Meet the editors. സംവരണം തുടരണോ എന്നതാണ് ചോദ്യം. ഉണ്ണിബാലകൃഷ്ണൻ, NSSന്റെ ഈ നിലപാട് പുതിയതല്ല, പക്ഷേ പുതിയ സാഹചര്യത്തിൽ അതെങ്ങനെയാണ്? ഇപ്പോൾ സ്മൃതി പറഞ്ഞ കണക്ക് NSS ഇത് ആദ്യമായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമല്ല അല്ലേ. ജാതിമത ഭേദമന്യേ എല്ലാവരെയും തുല്യമായി കാണുന്ന ഒരു ബദൽ സംവിധാനം ഉണ്ടാകണമെന്നുള്ളത് NSS ആവശ്യപ്പെടുന്ന ഒരു പുതിയ കാര്യമല്ല. എന്ന് മാത്രമല്ല, NSS നേരത്തെ ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ടല്ലോ. ഇവിടെ ഇപ്പോൾ ഈ രാജ്യത്ത് സംവരണം നിലനിൽക്കുന്ന സ്ഥിതിക്ക് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സാമ്പത്തിക സംവരണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ NSSൻ്റെ മാത്രം അഭിപ്രായമല്ല, മറ്റ് ഇതേ സമാനമായ അഭിപ്രായം കണക്കിലെടുത്തുകൊണ്ടാണല്ലോ 2019 EWS എന്ന് പറയുന്ന ഈ ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ അവർക്ക് 10% സംവരണം നടപ്പാക്കിയത് കേന്ദ്ര സർക്കാർ. ആ 10% സംവരണം കേരളത്തിലും നടപ്പാക്കിയിട്ടുണ്ട്. നോക്കൂ, സംവരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു പൊതു ബോധമുണ്ടായിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കഴിഞ്ഞ 10-75 വർഷമായിട്ട് 1950 കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത് മുതൽ സംവരണം നിലനിൽക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത്. അന്ന് സംവരണം ഏർപ്പെടുത്തിയിരുന്നത് SC-ക്കും ST-ക്കും മാത്രമായിരുന്നു, പട്ടികവർഗ്ഗങ്ങൾക്ക് മാത്രമായിരുന്നു സംവരണം 1950 ഏർപ്പെടുത്തിയിരുന്നത്. എന്നാൽ പിന്നീട് 1980 ജനതാ മന്ത്രിസഭയുടെ കാലത്ത് മണ്ഡൽ കമ്മീഷനെ നിയോഗിക്കുകയും പിന്നീട് 1990 VP സിംഗിൻ്റെ കാലത്ത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുകയും ചെയ്യുന്നത് വഴി OBC എന്നൊരു കാറ്റഗറി കൂടി ഉണ്ടാകുന്നു. അങ്ങനെ അവർക്ക് 27% സംവരണം ഉണ്ടാകുന്നു. മൊത്തത്തിൽ ഇപ്പോൾ 50% സംവരണം OBC-ക്കും SC-ക്കും ST-ക്കും കൂടി ഉണ്ട്. അതുകൂടാതെ അതിന് പുറമെയാണ് ഈ EWS എന്ന് പറയുന്ന ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് സാമ്പത്തിക പിന്നാക്കാവസ്ഥയിൽ നിൽക്കുന്നവർക്ക് കൂടി. അതിൻ്റെ മുഴുവൻ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ബ്രാഹ്മണരും നമ്പൂതിരിമാരും നായന്മാരും ഒക്കെ അടക്കമുള്ളവരാണ്. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ഈ 3 വിഭാഗങ്ങളിൽ നിന്നുള്ളവർക്കാണ് അതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് സംവരണ വ്യവസ്ഥ നിൽക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ കഴിഞ്ഞ 7-8 പതിറ്റാണ്ട് കാലമായി ഈ രാജ്യത്ത് ഇത്തരത്തിലുള്ള സംവരണം നിലനിൽക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ടവർക്കൊക്കെ നല്ല സാമ്പത്തികമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നും അവർക്കൊക്കെ ഒരു ആഡിക്വേറ്റ് റെപ്രസെൻറ്റേഷൻ വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ തൊഴിൽ രംഗത്തും ഒക്കെ ഉണ്ട് എന്നും ഇനി ഇതിൻ്റെ ആവശ്യമില്ല എന്നുമുള്ളൊരു പൊതുബോധം രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അതിന് നമ്മൾ അടിസ്ഥാനമായി കാണുന്നത് ഈ സാമ്പത്തികമായ മുന്നോക്കാവസ്ഥയാണ്. പക്ഷേ റിസർവേഷൻ്റെ ഒരു കൺസെപ്റ്റ് ഒരിക്കലും സാമ്പത്തികമായ മുന്നോക്കാവസ്ഥയല്ല, മറിച്ച് സാമൂഹിക നീതിയാണ്. സാമൂഹിക നീതി എത്രമാത്രം ഈ പറയുന്ന പിന്നാക്ക വിഭാഗങ്ങൾക്ക്, അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ സംവരണം തുടരണോ വേണ്ടയോ എന്ന് നിശ്ചയിക്കാൻ കഴിയൂ. അതിന് സാമ്പത്തികമായ അവരുടെ ശക്തി ഒരു ഘടകമേ അല്ല. ഇപ്പം ഞാൻ കഴിഞ്ഞ 2019 നരേന്ദ്രമോദി സർക്കാരിൻ്റെ അവസാന കാലത്ത് പേഴ്സണൽ മന്ത്രാലയം ഒരു കണക്ക് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ കണക്ക് പറയാം. രാജ്യത്ത് 90 സെക്രട്ടറിമാരാണുള്ളത്. 90 സെക്രട്ടറിമാരാണ് ഉള്ളത്. 90 സെക്രട്ടറിമാരാണ് രാജ്യത്തെ ഈ പറയുന്ന നമ്മുടെ ഭരണ സംവിധാനത്തിൻ്റെ മേൽത്തട്ടിലുള്ള അതിനെ നിയന്ത്രിക്കുന്ന എന്ന് പറയുന്നത് 90 പേരാണ്. ആ 90 സെക്രട്ടറിമാരിൽ ഒരാൾ മാത്രമാണ് SC-യിൽ നിന്നുള്ളത്. ഒറ്റയാളാണ് ഷെഡ്യൂൾഡ് കാസ്റ്റിൽ നിന്നുള്ളത്. 3 പേരാണ് ഷെഡ്യൂൾഡ് ട്രൈബ്സിൽ നിന്നുള്ളത്. 3 പേര്. മൊത്തം 4 പേര്. SC ST 4 പേര്. ഒരൊറ്റ OBC-കാരനില്ല ഈ 90 സെക്രട്ടറിമാരിൽ. ഇതിനകത്ത് രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പ്രസംഗത്തിൽ, അത് വിമൻസ് റിസർവേഷനുമായിട്ട് ബന്ധപ്പെടുത്തി നടത്തിയ പ്രസംഗത്തിൽ ഇത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ഇന്ത്യയുടെ ഒരു വർഷത്തെ ബജറ്റ് എന്ന് പറയുന്നത് 44 ലക്ഷം കോടി രൂപയാണ്. 44 ലക്ഷം കോടി രൂപ കൈകാര്യം ചെയ്യുന്ന ആരാണെന്നറിയോ? ഈ 90 സെക്രട്ടറിമാരാണ്. അവരാണ് ഇതിൻ്റെ നടത്തിപ്പുകാർ. അപ്പോൾ അതിൽ ഈ പറയുന്ന 4 പേരാണ് ആകെയുള്ളത്. ഈ SC ST വിഭാഗത്തിൽ OBC ആരുമില്ല. അവർ കൈകാര്യം ചെയ്യുന്നത് 2.47 ലക്ഷം കോടി രൂപ മാത്രമാണ്. ദാറ്റ് 5% ഉള്ളൂ. ബാക്കി 95% എന്ന് പറയുന്നതും കൈകാര്യം ചെയ്യുന്നത് മുന്നോക്ക സമുദായങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ബാക്കിയുള്ള 85 സെക്രട്ടറിമാരാണ്. അപ്പോൾ 86 സെക്രട്ടറിമാരാണ്. ഇത് എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ പറയുന്ന ഈ 90 എന്ന് പറയുന്ന ആ ക്ലബിലേക്ക് വരാൻ കഴിയാത്തത്? അതൊരു സമീപനത്തിൻ്റെ പ്രശ്നമാണ്. അവിടെയാണ് ഈ സാമൂഹിക നീതി എന്നുള്ള വിഷയം വളരെ പ്രസക്തമാണ്. അവിടെ തീരുന്നില്ല കേട്ടോ ഈ വിവേചനം എന്ന് പറയുന്നത്. 93 അഡീഷണൽ സെക്രട്ടറിമാരുണ്ട്. ഇതൊക്കെ പേഴ്സണൽ മന്ത്രാലയം വെച്ച കണക്കാണ്. 93 അഡീഷണൽ സെക്രട്ടറിമാരിൽ SC വിഭാഗത്തിൽ നിന്ന് 6 പേരുണ്ട്. ST വിഭാഗത്തിൽ നിന്ന് 5 പേരുണ്ട്. അവിടെയും ബാക്കി 82 പേരുണ്ട്. ഒറ്റ OBC-കാരനില്ല. 82 പേരാണ് ബാക്കിയുള്ളത്. ഇതുപോലെയാണ് 275 ജോയിൻറ്റ് സെക്രട്ടറിമാരുണ്ട്. ഈ ജോയിൻറ്റ് സെക്രട്ടറിമാരിൽ 275 പേരിൽ 13 പേര് മാത്രമാണ് SC-യിൽ നിന്നുള്ളത്, 9 പേര് മാത്രമാണ് ST-യിൽ നിന്നുള്ളത്, 19 പേര് OBC-യിൽ നിന്നുണ്ട്. അപ്പോൾ ബാക്കി 234 പേര് അപ്പർ കാസ്റ്റിൽ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ ഇവർക്കൊക്കെ വിദ്യാഭ്യാസം ഇല്ലേ? ഇവരൊക്കെ പഠിച്ച് പാസ്സായി വന്നവരാണല്ലോ. 2014 നോർത്ത് വെസ്റ്റ് ഡൽഹിയിൽ നിന്ന് വിജയിച്ച BJP-യുടെ ഒരു MP ഉണ്ട്, ഉദിത് രാജ് വളരെ വിഷമത്തോടുകൂടി, BJP-യുടെ MP ആട്ടോ, അദ്ദേഹം ഒരു ദളിതനാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം IRS-കാരനാണ്. അദ്ദേഹം ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്നു ഇൻകം ടാക്സ്.
അദ്ദേഹം പാർലമെൻറ്റിൽ തന്നെ പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. ഇനി നമ്മൾ എത്ര IRS എടുത്താലും IAS എടുത്താലും നമ്മൾക്ക് ഈ പറയുന്ന നേതൃനിരയിലേക്ക് വരാൻ കഴിയില്ല. BJP യുടെ MP ആയിരുന്നു ഓർക്കണം 2014-19 കാലഘട്ടത്തിൽ നോർത്ത് വെസ്റ്റ് ഡൽഹിയിൽ നിന്ന് ഉദിത് രാജ്. അപ്പോൾ ഈ പ്രശ്നമാണ് നമ്മൾ പരിഹരിക്കേണ്ടത്. അപ്പം നമുക്കിപ്പോൾ ഈ പബ്ലിക് എംപ്ലോയ്മെൻറ്റിൽ റിസർവേഷൻ കൊടുത്തിട്ടുണ്ട്, അവരൊക്കെ വലിയ സാമ്പത്തികമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. എഡ്യൂക്കേഷൻ രംഗത്ത് പിന്നെ നമ്മളിത് കൊടുത്തിട്ടുണ്ട്, അവർ മുന്നോട്ട് വരുന്നുണ്ട്, ശരിയാണ്. പക്ഷേ ഈ പറയുന്ന സാമൂഹികമായ നീതിയുടെ പ്രശ്നം വരുന്നുണ്ട്. അതിനകത്ത് ഒരു സവർണാധിപത്യം ഇപ്പോഴും നിൽക്കുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതായത് അതുകൊണ്ടാണ് അംബേദ്കർ വിഭാവന ചെയ്ത ഈ പറയുന്ന സംവരണം യഥാർത്ഥത്തിൽ 10 വർഷത്തേക്കുള്ളതായിരുന്നു. 1950 അംബേദ്കർ പറയുന്നത് 10 വർഷം കൊണ്ട് നമ്മൾ ഈ പ്രശ്നം പരിഹരിച്ചോണം എന്നാണ്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഇത് നീട്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്? നമുക്കത് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആ അച്ചീവ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഈ സംവരണം ഇല്ലാതാക്കാൻ കഴിയൂ. അത് ആദ്യത്തെ പ്രശ്നം, നമ്മുടെ മനസ്സിൽ നിന്ന് ഈ പ്രശ്നം മാറണം. നമുക്ക് ഈ പറയുന്ന എന്താ പറയുക, താഴേക്കിടയിലുള്ള മനുഷ്യരോടുള്ള അവരെത്ര സമ്പന്നന്മാരായിട്ടിരുന്നാലും ഇപ്പം നിങ്ങൾ ഈ സദസ്സിൽ ഇപ്പം നമ്മൾ സദസ്സിൽ നിങ്ങൾക്കാണല്ലോ ഭൂരിപക്ഷം, നിങ്ങൾ 2 വനിതകളാണല്ലോ, നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ഈ ഇന്നിപ്പറ്റി ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ നമുക്കിതുണ്ട്, വനിതാ സംവരണമുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ. ഈ വനിതാ സംവരണം ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിൽ എത്ര കോർപ്പറേഷനിൽ സ്ത്രീകൾ മേയർമാരായിട്ടുണ്ടാകുമായിരുന്നു? എത്ര മുനിസിപ്പാലിറ്റികളിൽ സ്ത്രീകൾ ചെയർപേഴ്സൺസ് ആയിട്ടുണ്ടാകുമായിരുന്നു? ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. 84 SC മണ്ഡലങ്ങളുണ്ട് രാജ്യത്ത്, റിസർവ് ചെയ്തിട്ടുണ്ട്. 47 ST മണ്ഡലങ്ങളുണ്ട്. 131 മണ്ഡലങ്ങളാണ് ഈ പറയുന്ന SC ST സംവരണമുള്ളത്. ഈ 131 മണ്ഡലങ്ങളില്ലായിരുന്നെങ്കിൽ ഇവർക്ക് ആർക്കെങ്കിലും മത്സരിക്കാൻ അവസരം കിട്ടുമോ? ഈ 131 മണ്ഡലങ്ങളിൽ പുറത്ത് ഇവർ മത്സരിക്കുന്നുണ്ടോ? ഇനിയിപ്പോൾ നമുക്ക് കേരളത്തിലെ കാര്യം എടുക്കാം. മറ്റേ നമ്മുടെ ആലത്തൂരും മാവേലിക്കരയാണല്ലോ നമ്മുടെ 2 പിന്നെ സംവരണ മണ്ഡലങ്ങൾ. അതിന് പുറത്ത് ആ വിഭാഗത്തിൽ നിന്ന് ആരെങ്കിലും മത്സരിക്കുന്നുണ്ടോ? അത് പറ്റുന്നുണ്ടോ? അപ്പം സംവരണം ഉണ്ടായിട്ട് തന്നെ ഇതാണ് അവസ്ഥ. അപ്പോൾ സംവരണം ഇല്ല എങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന 3-1 സംവരണം നമ്മളിപ്പോൾ വനിതാ സംവരണ ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ വനിതാ സംവരണ ബില്ല് ഇത്രയും കാലം പാസ്സാക്കാൻ കഴിയാതിരുന്നത്? എന്തുകൊണ്ടാണ് കഴിയാതിരുന്നതെന്ന് വെച്ചാൽ എല്ലാ പാർട്ടികളും ഒന്നടങ്കമായിട്ട് നിൽക്കുകയാണ്. അത് മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള പാർട്ടിയാണ്. കാരണം നമ്മുടെ സീറ്റൊക്കെ പെണ്ണുങ്ങൾ കൊണ്ടുപോകും എന്നുള്ള പ്രശ്നം. പ്രതിപക്ഷ ഭേദം എല്ലാവരും ഒരുമിച്ച് നിന്ന് അങ്ങ് തോപ്പിക്കുകയായിരുന്നു പാർലമെന്റിൽ. അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു ആശയം എന്നുള്ള നിലയ്ക്ക് അവരിതൊക്കെ അംഗീകരിക്കുമ്പോഴും അവർക്ക് ഈ അവരുടെ നേതാക്കളിൽ നിന്നുള്ള സമ്മർദ്ദം, ഓരോ കാൻഡിഡേറ്റിൽ നിന്നുള്ള സമ്മർദ്ദം വളരെ പ്രധാനമാണ്. ഇനിയിപ്പം ഈ പറയുന്ന വനിതാ സംവരണം ഏർപ്പെടുത്തിയാൽ തന്നെ ഈ മത്സരിച്ച കാൻഡിഡേറ്റിൻ്റെ ഭാര്യ ആയിരിക്കും കേട്ടോ മത്സരിക്കുക. അങ്ങനെ കൂടിയുണ്ട്. അപ്പോഴും ഈ പറയുന്ന പാർട്ടിയുടെ പ്രവർത്തകരായിട്ടുള്ള പാവപ്പെട്ട സ്ത്രീകൾക്ക് കിട്ടണമെന്നില്ല. എങ്കിലും അത്രയെങ്കിലും ഉറപ്പാക്കാൻ കഴിയുന്നുണ്ട്. അതാണ് ഞാൻ ഈ പറയുന്നത്. ഈ സംവരണം ഉള്ളത് കൊണ്ടാണ് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഈ കാര്യങ്ങൾക്ക് ഒരു റെപ്രസെൻറ്റേഷനെങ്കിലും നിലനിർത്താൻ കഴിയുന്നത്. അതുകൊണ്ട് അത്തരം ഒരു കാര്യം പിൻവലിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. സാമ്പത്തികമായിട്ടല്ല, മറിച്ച് ഇതൊരു സാമൂഹിക നീതിയുമായിട്ടാണ് സംവരണം എന്ന സങ്കല്പം നിൽക്കുന്നത്. ആ സാമൂഹിക നീതി ഉറപ്പാക്കുകയും അത് അച്ചീവ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ സംവരണത്തെ എടുത്തു കളയാൻ കഴിയുക. തീർച്ചയായും സംവരണം ഉറപ്പായിട്ടും തുടരേണ്ട കാര്യമാണ്. അത് അവസാനിപ്പിക്കാനുള്ള സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യം എത്തിയിട്ടില്ല എന്നുള്ള കാര്യമാണ്. NSS ഈ നിലപാട് നേരത്തെയും എടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ വീണ്ടും ആ പ്രതികരണം വന്നുകൊണ്ട് നമ്മൾ ആ വിഷയം എടുക്കുന്നു. യഥാർത്ഥത്തിൽ ഈ സാമൂഹ്യ നീതി എന്നുള്ളത് NSSന് മനസ്സിലാകാത്തതോ അത് മനസ്സിലാകണ്ട എന്ന രീതിയിൽ പ്രതികരിക്കുന്നതാണെന്ന് നോക്കേണ്ടതുണ്ട്. സവർണർക്ക് വേണ്ടിയുള്ള സംവരണത്തെ NSS അനുകൂലിക്കുകയും ചെയ്യുന്നുണ്ട്. ജാതി സെൻസസ് വേണമെന്നതിനാണ് പറയുന്നത്. ഓരോ ജനവിഭാഗത്തിൻ്റെയും അവരുടെ ജനസംഖ്യ അനുസരിച്ച് ഈ ഭരണത്തിൽ ഉദ്യോഗസ്ഥ സമുദായത്തിലും അവരുടെ പങ്കാളിത്തം ഉറപ്പാക്കാനാണ്. അപ്പോൾ അത് വേണ്ട എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? ഇപ്പോൾ NSSൻ്റെ കാര്യം കണക്കാക്കുകയാണെങ്കിൽ കേരളത്തിൽ 11% വരുന്ന നായർ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഉദ്യോഗസ്ഥലത്തിൽ ഉള്ളത് എന്നുള്ളത് നമ്മുടെ മുന്നിലെ കണക്കാണ്. ഇതുകൊണ്ടാണ് ഇവർ ജാതി സെൻസസിനെ എതിർക്കുന്നത്. അപ്പോൾ അത് വേണ്ട എന്ന് പറയുന്നതിന് പിന്നിൽ ആ ഉദ്ദേശമാണ്. പിന്നെ 90% വരുന്ന സവർണ വിഭാഗക്കാർ ജോലി ചെയ്യുന്ന ദേവസ്വം ബോർഡിൽ സവർണ വിഭാഗക്കാർക്ക് വീണ്ടും സംവരണം വേണമെന്ന ആവശ്യത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്. NSSൻ്റെ ഈ നിലപാട് എല്ലാ കാലത്തുണ്ട്. പക്ഷേ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസ് ആയാലും CPM ആയാലും തുറന്നെതിർക്കുന്ന ഒരു നിലപാടിലേക്ക് പോവുകയില്ല, വോട്ട് ബാങ്ക് ആയതുകൊണ്ട്. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വത്തിലെ സമുദായ തിരിച്ചുള്ള കണക്ക് നോക്കിയാൽ ആകെ ജീവനക്കാരുള്ളത് 6120 ആകെ മുന്നാക്കക്കാരുള്ളത് 5870 അതായത് 95.91%. നായർ വിഭാഗം 5020, ബ്രാഹ്മണർ 820, ഈഴവർ 207, ദളിതുകൾ അത് പരമാവധി 20, അതായത് 0.32% മാത്രം. ഇതാണ് നമ്മുടെ മുന്നിലെ കണക്ക്. അപ്പോൾ സംവരണം അവസാനിപ്പിക്കാനുള്ള കാലമായിട്ടില്ല. ഇപ്പോൾ ഈ തരത്തിൽ ജാതി പറഞ്ഞുകൊണ്ടും ന്യൂനപക്ഷത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുന്ന ന്യൂനപക്ഷ പ്രീണനം എന്നൊക്കെ ഇപ്പോൾ വെള്ളാപ്പള്ളി പറയുന്ന സാഹചര്യം കൂടിയുണ്ട്. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇത്തരം ആവശ്യങ്ങളും മുറവിളികളും വരുന്നത്. സർക്കാരിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് ഭരണത്തിലിരിക്കുന്നവരെ സംബന്ധിച്ച് ഇതിനെ തുറന്നെതിർക്കാനോ പ്രതികരിക്കാനുള്ള ശേഷിയില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. സുജിയ.
ഇവിടെ സംവരണം തുടരണോ എന്ന ചോദ്യത്തിന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായതാണ് BJP സർക്കാർ 400+ എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നരേന്ദ്രമോദി ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ സംവരണം എടുത്തു കളയാൻ പോകുന്നു. അത് പറഞ്ഞാണ് ഉത്തർപ്രദേശിൽ അടക്കം ഇന്ത്യ ബ്ലോക്ക് സീറ്റുകൾ പിടിച്ചത് എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. അങ്ങനെയാണ് എങ്കിൽ കഴിഞ്ഞ 2019 അധികാരത്തിലെത്തിയപ്പോൾ അവർക്ക് ചെയ്യാൻ കഴിയുന്നതേ ഉണ്ടാകുമായിരുന്നുള്ളൂ. അതായത് അവർക്ക് കൃത്യമായിട്ടുള്ളൊരു മാൻഡേറ്റ് കിട്ടിയതാണ് 2019, പക്ഷേ അന്ന് സംവരണം റദ്ദാക്കിയിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായത് 2 വിഷയങ്ങളാണ്. ഒന്ന്, സംവരണം എടുത്തു കളയാൻ പോകുന്നു. 2, ഭരണഘടന മാറ്റി എഴുതാൻ പോകുന്നു. ഭരണഘടനയിലേക്ക് അവർക്ക് ആവശ്യമായ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താൻ പോകുന്നു. ഇത് രണ്ടും സംഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ സംവരണം തുടരണമോ എന്ന ചോദ്യം അതിൽ കേന്ദ്രത്തെക്കുറിച്ചും സംസ്ഥാനത്തെക്കുറിച്ചും ഒക്കെ പല ഭാഗങ്ങളിലും വിമർശിക്കുന്നുമുണ്ട്. ഈ ബജറ്റ് വേളയിലെ പ്രസംഗത്തിൽ സുകുമാരൻ നായർ, അതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഇവിടെ SC ST OBC സംവരണം, ആ സംവരണം തുടരും എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ളൊരു യാഥാർത്ഥ്യമാണ്. അത് ഒഴിച്ചുമാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് മറ്റൊരു ചർച്ചയിലേക്ക് പോകേണ്ട കാര്യവുമില്ല. ഇവിടെ സുകുമാരൻ നായർ പറയുന്നത് എന്താണ്? സംവരണം എന്ന് പറയുന്നത് ജാതിയുടെ അടിസ്ഥാനത്തിലാകുമ്പോൾ നിഷേധിക്കപ്പെടുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ്. അതായത് ജാതിയിൽ മുന്നിലായതുകൊണ്ട് മാത്രം, അതായത് ഉണ്ണിസാറൊക്കെ എപ്പോഴും പറയാറുള്ള എല്ലാ അവകാശങ്ങളും എല്ലാ അധികാരങ്ങളും കിട്ടുന്ന സവർണനായി പോയത് കൊണ്ട് മാത്രം, കാശില്ലാത്ത ദരിദ്രനാരായണനായ സവർണനായി പോയത് കൊണ്ട് മാത്രം പലയിടങ്ങളിൽ നിന്നും പിന്തള്ളപ്പെട്ട് നിൽക്കേണ്ടി വരുന്നു. അതേസമയം തന്നെ പണമുള്ളവനാണെങ്കിലും സംവരണത്തിൽ പെടുന്നവനായതുകൊണ്ട് കൂടെയുള്ളവൻ കയറിപ്പോകുന്നത് കാണേണ്ടിയും വരുന്നു. ആ ഒരു യാഥാർത്ഥ്യമാണ് സുകുമാരൻ നായർ അവിടെ ചൂണ്ടിക്കാട്ടിയത്. അതിന് സംവരണം നിർത്തലാക്കണം എന്ന ഒരു അർത്ഥത്തിലേക്ക് നമ്മൾ കൊണ്ടുചെന്ന് എത്തിക്കേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കോൺഗ്രസ് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ സംവരണം നിർത്തുമെന്നുള്ളതാണ്. സംവരണം തുടരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരണമെങ്കിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്നാണ്. എന്തായാലും അത് വന്നില്ല. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നില്ല. ഇനിയിപ്പോൾ വരുമോ ഇല്ലയോ എന്നറിയാൻ 2029 വരെ കാത്തിരിക്കണം. നിലവിലുള്ള സർക്കാർ എന്തായാലും സംവരണം തുടരും എന്ന് അവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയതായതുകൊണ്ട് അതിൽ നേരത്തെ സാർ പറഞ്ഞതുപോലെയുള്ള ആശയക്കുഴപ്പങ്ങളുടെയൊന്നും അടിസ്ഥാനമില്ല. ഇനി നമുക്ക് NSSലേക്ക് വരാം. NSSന്റെ പ്രധാനപ്പെട്ട വിമർശനം എന്താണ്? വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ച പ്രീണന നയത്തിന്റെ ഭാഗമാണ് ജാതി സംവരണത്തിന് വേണ്ടിയുള്ള മുറവിളിയും ജാതി സെൻസസും എന്നുള്ളതാണ്. ജാതി സെൻസസിനെ കുറിച്ച് ഏറ്റവും ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇന്ത്യ മുന്നണിയാണ്, കോൺഗ്രസ് ആണ്. ജാതി സംവരണത്തെക്കുറിച്ച്, സെൻസസ് നടപ്പാക്കുന്നതിനെക്കുറിച്ച് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്ന നിതീഷ് കുമാർ ഇപ്പോൾ NDA മുന്നണിയുടെ ഭാഗമാണ്, സർക്കാരിന്റെ ഭാഗമാണ്. ബീഹാറിൽ ഈ പറഞ്ഞ ജാതി സെൻസസ് വാദം ഏറ്റില്ല എന്നുള്ളതും നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. സംവരണം നടപ്പാക്കുമ്പോൾ അതിനോടൊപ്പം സംഭവിക്കുന്ന മറ്റൊന്നു കൂടിയുണ്ട്. രണ്ടും ഒരേപോലെയാണ് സംഭവിക്കുന്നത്. സംവരണവും അതുപോലെ തന്നെ സംവരണത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം നടപ്പാക്കുന്നതിന്റെ പേരിലുള്ള അഴിമതിയും. ആ അഴിമതിയെയാണ് സുകുമാരൻ നായർ വിമർശിച്ച രണ്ടാമത്തെ കാര്യം. മുന്നോക്ക വിഭാഗക്കാർക്ക് അവഗണന ലഭിക്കുന്നു എന്നുള്ളത് ഇതാദ്യമായിട്ടല്ല സുകുമാരൻ നായർ പറയുന്നത്. ഈ ജോലിയിലടക്കം സമ്പത്തിന്റെ കാര്യത്തിൽ വളരെ പിന്നിലുള്ള, നമുക്കൊക്കെ നോക്കിയാൽ അറിയാൻ കഴിയും, ചുറ്റുപാടുമുള്ള അങ്ങനെയുള്ള മനുഷ്യരും നമുക്കിടയിലൊക്കെ തന്നെയുണ്ട്. അപ്പോൾ അവരെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. എപ്പോഴും നമ്മൾ ന്യൂനപക്ഷത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ ഈ പറയുന്ന സോ കോൾഡ് സവർണർ ഉണ്ടല്ലോ, അവരും ഇതുപോലത്തെ വിഷമങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. അവരുടെ വീട്ടിലും ഈ പട്ടിണി പാവങ്ങളായ മനുഷ്യർ അവരുടെ കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ നേടിയെടുക്കാനായി ഇല്ലാത്ത പണമുണ്ടാക്കാനായി ഓടുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുമുണ്ട്. സംവരണ സീറ്റുകളിൽ അഡ്മിഷൻ കിട്ടാതെ വരുന്ന, അതാണ് ഞാൻ പറഞ്ഞത്. മുന്നാക്കക്കാരിലെ പിന്നാക്കക്കാരിലെ സംവരണവും ന്യൂനപക്ഷ സംവരണവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? എത്ര ശതമാനമാണ് വേണം? SC ST OBC സംവരണം, അതുപോലെ തന്നെ ന്യൂനപക്ഷ സംവരണം, അതൊക്കെ എത്ര ശതമാനമാണ്? മുന്നാക്കക്കാരിലെ പിന്നാക്കക്കാർക്കുള്ള മുന്നാക്കക്കാരിലെ പിന്നാക്കക്കാർക്ക് 10%. ന്യൂനപക്ഷ സംവരണം സാമ്പത്തികാടിസ്ഥാനത്തിലല്ല. ന്യൂനപക്ഷ സംവരണം പറയൂ. സംവരണം എന്ന സങ്കല്പം എന്നുള്ളത് സാമ്പത്തികാടിസ്ഥാനത്തിലല്ല. സാമ്പത്തിക അടിസ്ഥാനത്തിലുള്ള സംവരണം വേണം. സംവരണം സാമ്പത്തിക അടിസ്ഥാനത്തിൽ കൂടി വേണം എന്നുള്ളതാണ് മാഡം എൻ്റെ അഭിപ്രായം. കാരണം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരാൾക്ക് ആ സമ്പത്തില്ല എന്നതിന്റെ പേരിൽ അവസരങ്ങൾ നിഷേധിക്കപ്പെടരുത്. സമൂഹത്തിൽ എല്ലാവരെയും സമന്മാരായി നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ എല്ലാം തുല്യമായി വിഭജിക്കപ്പെടുന്ന രീതിയിലേക്ക്, അവസരങ്ങൾ തുല്യമായി വിഭജിക്കപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തണം. അത് ജാതിയുടെയും മതത്തിന്റെയും മാത്രം അടിസ്ഥാനത്തിലാകരുത്. അതേസമയം തന്നെ ഇതുപോലെ പിന്നോക്ക അവസ്ഥയിലാണ് വന്നു പിറന്നത് എന്നതുകൊണ്ട് ഒരവസരം നിഷേധിക്കപ്പെടുന്ന സാഹചര്യവും ഉണ്ടാകരുത്. ഇത് രണ്ടും ഉറപ്പാക്കാൻ കഴിയണം. അല്ലാതെ ഒന്നിനു വേണ്ടി മാത്രം വാദിക്കുന്ന സാഹചര്യമല്ല ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ എൻ്റെ അഭിപ്രായം. പൂർത്തിയാക്കിയില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ ജാതി സെൻസസ് നടപ്പാക്കി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നതിനെക്കുറിച്ച് കൂടി സുകുമാരൻ നായർ എന്ന് പറയുന്നുണ്ട്. ഇരു സർക്കാരുകളും മുന്നോക്ക സമുദായങ്ങൾക്ക് നീതി നൽകാതെ അകറ്റി നിർത്തുകയാണ് എന്നുള്ള അദ്ദേഹത്തിന്റെ ആ വാദം, അതിന്റെ അടിസ്ഥാനം എന്താണ് എന്നതും പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ സുകുമാരൻ നായർ പറഞ്ഞ പ്രസംഗം നമ്മൾ എടുത്തു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി സുകുമാരൻ നായർ സംസ്ഥാന സർക്കാരിന് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പ് കൂടിയുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ മാത്രമല്ല, G സുകുമാരൻ നായർ വളരെ വ്യക്തമായി തന്നെ, നായർ സർവീസ് സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ നിന്ന് പാഠം പഠിച്ചില്ലെങ്കിൽ ഇനിയും തിരിച്ചടികൾ ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് സംസ്ഥാന സർക്കാരിന് G സുകുമാരൻ നായർ നന്നായി തന്നെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വോട്ട് ബാങ്കുകളായ ജാതി വിഭാഗങ്ങളെ പ്രീണിപ്പിക്കുന്നതിന്, രാജ്യത്തിന്റെ അഖണ്ഡത
ഭരണഘടനയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നതിന്, വോട്ട് രാഷ്ട്രീയത്തിന്, ജാതീയമായി വിഭജിക്കുന്ന സംവരണം അത് ചെയ്യുന്ന ഇടതുപക്ഷത്തിന് തന്നെയാണ് ഇപ്പോൾ വിമർശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ജാതി സെൻസസിനെ പറ്റിയും പ്രീണനത്തെ പറ്റിയും പറഞ്ഞ കോൺഗ്രസിനെയും നല്ലതുപോലെ തന്നെ സുകുമാരൻ നായർ വിമർശിച്ചിട്ടുണ്ട്. അത് പറഞ്ഞു തന്നെ പോകണമല്ലോ. അപ്പോൾ സംവരണം തുടരണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ കൊണ്ട് ആർക്കെങ്കിലും അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവരെയും കൂടി സമൂഹത്തിൻ്റെ മുൻ ശ്രേണിയിലേക്ക് കൊണ്ടുവരുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ, പുതുക്കലുകൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പുതുക്കി വേണമല്ലോ മുന്നോട്ട് പോകാൻ. പണ്ട് സെറ്റ് ചെയ്ത് വെച്ച അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകേണ്ട സാഹചര്യമില്ല എന്നതാണ് ഈ കാര്യത്തിൽ എൻ്റെ അഭിപ്രായം. ശരി, സംവരണം തുടരണോ എന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്ത് 3 പേരും സംവരണം തുടരണമെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു. മീറ്റ് ദി എഡിറ്റേഴ്സ് ഇവിടെ അവസാനിക്കുകയാണ്. Meet the editors.